മെറ്റ ആഡ്സ് അഥവാ ഫേസ്ബുക്ക് പരസ്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിപ്പോ കുറച്ചൊക്കെ ഒരു ധാരണയുണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി, ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരുന്നു, പിന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ഇടാൻ തുടങ്ങി. അതിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് റീൽസ് ഇടണം. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജിലാണ് നമ്മൾ പരസ്യം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പലരും ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, പരസ്യം കൊടുക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് ഞാൻ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ എന്താണ് മെറ്റ ആഡ്സ് ശരിക്കും ചെയ്യുന്നത്? നമ്മൾക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ആ പേജാണ് മെയിൻ കൺട്രോൾ. നമ്മളുടെ പരസ്യത്തിന്റെ മെയിൻ കൺട്രോൾ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പേജാണ്. ആ ഫേസ്ബുക്ക് പേജ് നമുക്കറിയാം, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈലാണ് ആ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ, ഭവാനി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രൊഫൈലിന്റെ ഉള്ളിലാണ് ജെയ്സ് ഡയറ്റ്സ് എന്ന് പറഞ്ഞ പേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഭവാനി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഫേസ്ബുക്ക് ആഡ് റൺ ചെയ്യാം. അത് ഫേസ്ബുക്ക് ആഡ് എന്നല്ല പറയാം, മെറ്റ ആഡ് എന്നാണ് പറയാം. ഓക്കെ, ആ മെറ്റ ആഡ് എന്ന് പറയുമ്പോൾ അത് ഫേസ്ബുക്കിലുള്ളവർക്കും കാണാം, ഇൻസ്റ്റഗ്രാമിലുള്ളവർക്കും കാണാം, വാട്സപ്പ് വഴി അത് ലിങ്ക്ഡ് ആണ്. ലിങ്ക്ഡ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവരും ഫേസ്ബുക്കിലുള്ളവരും പരസ്യം കണ്ടിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് വരും. അപ്പൊ ഈ 3 സംഭവങ്ങളും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഇതെല്ലാം മെറ്റ എന്ന കമ്പനിയുടെ സ്വന്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ മെറ്റ ആഡ്സ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ് അധികവും. ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉണ്ടാവില്ല വീട്ടിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത് ആക്സസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ ആഡാണ് മൊബൈൽ വഴി ചെയ്യുന്നത്. അതായത് നിങ്ങൾ പോസ്റ്റ് ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും, ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരും. അതാണ് ശരിക്കും ആഡ് എന്ന് പറയുന്നത്. അതായത് മൊബൈൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആഡ് ആണ് ബൂസ്റ്റ് പോസ്റ്റ്. ആ സാധാരണ പോസ്റ്റും ബൂസ്റ്റ് പോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം അതാണ് പൈസയുടെ വ്യത്യാസം. സാധാരണ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കാണണമെന്നില്ല. നമ്മളുടെ പരിചയക്കാരോ നമുക്ക് ലൈക്ക് ചെയ്തവരോ അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് ഒക്കെയാണ് സാധാരണ കാണുക. പക്ഷെ ബൂസ്റ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 150 രൂപ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റ് ചെയ്താൽ, ആ 150 രൂപയ്ക്ക് അവർ പറയും 7000 വ്യൂസ് കൊണ്ടുവരാം അല്ലെങ്കിൽ 5000 വ്യൂസ് കൊണ്ടുവരാം. അത് അവർ നമ്മളുടെ ആഡിന്റെ സ്ട്രെങ്ത്, നമ്മളുടെ പ്രൊഫൈലിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ അത് തീരുമാനിക്കുക. അപ്പോൾ ആ ഒരു എസ്റ്റിമേറ്റ് അവർ തരും, എന്നിട്ട് അത്രയും ആളുകളിലേക്ക് അവർ തന്നെ ബൂസ്റ്റ് ചെയ്യും. അതാണ് പവർ, പറയില്ലേ മണി പവർ എന്ന് പറയില്ലേ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പൈസ കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് വിസിബിലിറ്റി കൂടും. അപ്പൊ നമ്മളുടെ പരസ്യത്തിന്റെ ഉദ്ദേശം അതാണ്, നമ്മളുടെ ബ്രാൻഡിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മിനിമം ഒരാഴ്ചയെങ്കിലും റൺ ചെയ്യണം. ഒരു 150 രൂപ അല്ലെങ്കിൽ 200 രൂപ പെർ ഡേ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവണം, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സാധാരണ പോസ്റ്റ് പോലെയല്ല, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. അതൊരു ആഡ് എന്ന് പറഞ്ഞിട്ടല്ല വരിക, സാധാരണ ഒരു പോസ്റ്റ് പോലെ തന്നെ, പക്ഷെ കൂടുതൽ ആൾക്കാർ കാണും. അതിൽ നിന്ന് നമ്മൾ അതിൽ വാട്സപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് അവർ എൻക്വയറീസ് വരാം, അതല്ലെങ്കിൽ ജസ്റ്റ് അവർ കണ്ടു പോവും. പിന്നെ ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓർഡറുകൾ കിട്ടാം. ഇപ്പോൾ എങ്ങനെയാണ് ഓർഡറുകൾ കിട്ടുക? നമ്മൾ സാധാരണ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓർഡറുകൾ കിട്ടാൻ എളുപ്പമല്ല. സാധാരണ ഒരു പോസ്റ്റ് ഇട്ട് നമ്മൾ പരസ്യമാക്കി ചെയ്തു, ഒരു ബൂസ്റ്റ് പോസ്റ്റ് ആക്കി ചെയ്തു, എന്നാൽ പോലും നമുക്ക് ഓർഡറുകൾ കിട്ടാൻ എളുപ്പം ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ പോസ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് ആഡിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ എന്തെങ്കിലും സംഭവം വേണം. ആൾക്കാർ ക്ലിക്ക് ചെയ്യെങ്കിലും വേണം. ക്ലിക്ക് ചെയ്തിട്ട് ഓ ഇത് കൊള്ളാലോ, അപ്പൊ അവർക്ക് വാട്സപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അവരുടെ കോണ്ടാക്ട്സ് നമുക്ക് വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇതിൽ ഏറ്റവും പഠിക്കാനുള്ള അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം. എല്ലാ പോസ്റ്റുകളും നമുക്ക് ബൂസ്റ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഇന്നിട്ട ബീഫ് പിക്കിളിന്റെ പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യാം, ഇന്നലെ ഇട്ട മാങ്ങ പിക്കിളിന്റെയും ബൂസ്റ്റ് ചെയ്യാം. പക്ഷെ അതൊക്കെ ഒരു സാധാരണ പോസ്റ്റാണ്. അത് ബൂസ്റ്റ് ചെയ്താലും നമുക്ക് റിസൾട്ട് വരണമെന്നില്ല. ആളുകൾക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കുറേ മാങ്ങാച്ചാറ് കാണുന്നതാണ്, കുറേ ബീഫ് പിക്കിളും കാണുന്നത്. അപ്പൊ നമുക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു റീൽ ഉണ്ടാക്കണം. ആ റീലാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്. ആഡിന് വേണ്ടി നിങ്ങളൊരു നല്ല പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യാം. നിങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റ് തന്നെ പുതിയതായിട്ട് ഉണ്ടാക്കാൻ ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റില്ല എനിക്ക്. എന്നാലും ഉള്ളതിൽ നമ്മളൊരു ഡിഫറെന്റ് ആയിട്ട് അതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. ബാക്കി വീഡിയോയിൽ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്.
ഒന്ന് ഇമോഷണൽ കണക്ഷൻ. ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആഡ് ഇപ്പോൾ നമ്മൾ ഫുഡ് പ്രോഡക്ട്സ് ആണ് ചെയ്യുന്നത്. എന്തായാലും ഫുഡ് എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഇമോഷനായിട്ട്, നമ്മുടെ ലൈഫ്, നമ്മുടെ ഹെൽത്ത് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിനെ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു തീം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗം ഞാൻ ചെയ്തു തരും. ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എന്തെങ്കിലും ഞാൻ ചെയ്തു തരും. അഥവാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഞാൻ ഐഡിയാസ് പറഞ്ഞു തരാം. ആരെങ്കിലും ആക്ട് ചെയ്യാനൊക്കെ ഒരു മോഡൽ പോലെ നിങ്ങളുടെ കുട്ടികളോ പേരക്കുട്ടികളോ ഒക്കെ ആക്ട് ചെയ്യാനൊക്കെ തയ്യാറുണ്ടെങ്കിൽ അവരെ കൊണ്ടും ചെറുതായിട്ടൊന്ന് ഒരു വീഡിയോ പോലെയൊക്കെ ചെയ്യിപ്പിക്കാം. അതിന്റെ കോൺസെപ്റ്റ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. അതല്ലെങ്കിൽ ഞാൻ AI ടൂൾസ് വെച്ചിട്ട് ചെറിയൊരു വീഡിയോ പീസ് അല്ലെങ്കിൽ പോസ്റ്ററോ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യും. അങ്ങനെ ഞാൻ ഇപ്പോൾ സുനിക്ക് ഞാൻ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അതാണ് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഫുഡ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് ഓത്തന്റിക് ഫീലിംഗ്, നിങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്, നല്ല ഫുഡാണ് എന്നുള്ള കാണിക്കാനുള്ള ഒരു എലിമെന്റ് അതിൽ വേണം. നല്ല ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് വേണം. നമ്മൾ പരസ്യത്തിൽ കാണിക്കുന്നത് ബെസ്റ്റ് ഇമേജ് ആയിരിക്കണം. അത് ഫുഡ് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കാം. ക്ലോസപ്പ് വ്യൂ ആയിട്ട് ഫുഡിന്റെ ഏത് നല്ലൊരു ഇമേജ് എപ്പോഴെങ്കിലും ഒക്കെ എടുത്തതുണ്ടാവുമല്ലോ, അത് സൂക്ഷിച്ചു വെക്കുക, അത് സെലക്ട് ചെയ്ത് വെക്കുക. അത് ഫോട്ടോ ആയാലും കുഴപ്പമില്ല. നമുക്ക് ഫോട്ടോ കൂടി നമ്മൾ വീഡിയോയിൽ മെർജ് ചെയ്യാൻ പറ്റും. നമ്മളിന്ന് പഠിച്ചുല്ലോ എങ്ങനെയാണ് ഒരു ഫോട്ടോ അതിന്റെ കൂടെ മിക്സ് ചെയ്യാന്ന്. വീഡിയോസിന്റെ കൂടെ ഫോട്ടോയും കൂടി മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. നമ്മൾ കെയർലെസ് ആയിട്ട് എടുത്ത വീഡിയോസ് അല്ലെങ്കിൽ അത്ര ക്ലിയർ അല്ലാത്ത വീഡിയോസ് പരസ്യത്തിൽ ഉപയോഗിക്കാതിരിക്കാം. അതുപോലെ നല്ല പാക്കിംഗ്, നാച്ചുറൽ ആയിട്ടുള്ള എന്താ പറയുക, AI ജനറേറ്റഡ് അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റിന്റെ കേസിൽ കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ വല്ലാതെ ഇഫക്റ്റുകളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഫിൽറ്ററൊക്കെ വെച്ച് അങ്ങനെ ചെയ്യാതെ നമ്മളുടെ ഒറിജിനൽ പ്രൊഡക്റ്റ് കാണിക്കുന്നതും ഹ്യൂമൻ പ്രസൻസ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ അവിടെ നിന്ന് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ മുഖം വലുതായി കാണിക്കണമെന്നൊന്നുമില്ല, നിങ്ങളെ സൈഡ് വ്യൂ ആയാലും മതി. നിങ്ങൾ എന്നൊരു വ്യക്തി ആണ് അതിന്റെ ഓണർ എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഉണ്ടെങ്കിൽ നല്ലതെന്ന് ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരും അത് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കോൺഫിഡൻസ് ഉള്ളവര് അത് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, പ്രൊഡക്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ, നിങ്ങളുടെ വിഷ്വൽ കൊടുക്കാൻ പറ്റിച്ചാൽ അത്, പിന്നെ പാക്കിംഗ് കാണിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പാക്കിംഗ് ഒക്കെ കാണിച്ചിട്ടുള്ള പിന്നെ പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഇന്ന് തന്നെ 2-3 കാര്യങ്ങൾ അടുത്ത ആഡ് ചെയ്യാനുള്ളവർ, മുഫീദ ഇപ്പോൾ വേണമെന്നില്ല, ബാക്കിയുള്ളവർ നോട്ട് ചെയ്യാം. ഇനി ആഡ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഈ മാസം എന്തായാലും ചെയ്യണം. അതിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വീണ്ടും ഞാൻ പറയാം. ഒന്ന്, പ്രൊഡക്റ്റ് ഏതാണെന്ന് തീരുമാനിക്കുക. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കോംബോ ഓഫർ. ഒരു പ്രൊഡക്റ്റ് ആവാം, സിംഗിൾ പ്രൊഡക്റ്റ് ആവാം. അത് അത്രയും ബെസ്റ്റ് ആയിരിക്കണം കേട്ടോ സിംഗിൾ പ്രൊഡക്റ്റ് ആവുമ്പോൾ. അല്ലെങ്കിൽ 2-3 പ്രൊഡക്ട്സ്. ആ മിനി, ഒരു ഒരു മീറ്റിംഗ് ഉണ്ടായാലും ജോയിൻ ചെയ്യുമോ? ഇത് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നല്ലോ, ആഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, വരാം, ഇന്ന് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒന്നുകൂടി നോട്ട് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അതല്ലെങ്കിൽ 2-3 പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു കോംബോ പ്ലാൻ ചെയ്യാം. അതിന്റെ പ്രൈസ് പ്ലാൻ ചെയ്യാം. അത് കഴിഞ്ഞ് അതിന്റെ ഫോട്ടോസ്, വീഡിയോസ്. ഓക്കെ, വീഡിയോസ് ആണ് ബെറ്റർ എങ്കിലും പ്രൊഡക്റ്റിന്റെ ഇത് കാണിക്കുന്ന ഫോട്ടോസ്, ഇത്രയും കാര്യങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫേസ് കാണിക്കണമെന്നില്ല, നിങ്ങളുടെ ആളുടെ പ്രസൻസ്, ആള് എന്നുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ നല്ലതാണ് വീഡിയോയിൽ. ഓക്കെ, ഇനി ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് ആവാം? ഫുഡ് ആയതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആവാം, പാക്കിംഗ് വീഡിയോ ആവാം, അല്ലെങ്കിൽ കസ്റ്റമർ റിവ്യൂസ്. ഏറ്റവും നന്നായിട്ട് പോകുന്നത് കസ്റ്റമർ റിവ്യൂസ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യും കേട്ടോ. അതായത് നിങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാതും അയച്ചു തന്നോളൂ, അത് നമ്മൾ കമ്പൈൻ ചെയ്യും. കസ്റ്റമർ റിവ്യൂസ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. നിങ്ങൾ എല്ലാവരും ഒരു കസ്റ്റമറെ കൊണ്ട്, നിങ്ങളുടെ ബന്ധുക്കളായാലും കുഴപ്പമൊന്നുമില്ല, അവരെ കൊണ്ട് സംസാരിപ്പിക്കാം. എന്നിട്ട് ആ പാക്കറ്റ് തുറക്കണതോ അത് യൂസ് ചെയ്യണതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതോ നിങ്ങളുടെ പ്രൊഡക്റ്റ് പാക്കറ്റ് കയ്യിലുണ്ടാവണം. ഓക്കെ, ഒരു റിവ്യൂ എടുപ്പിക്കുക നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിനെ കൊണ്ടോ റിലേറ്റീവ്സിനെ കൊണ്ടോ ഒക്കെ. അവർ കസ്റ്റമർ ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ സ്റ്റീം ഫ്രഷ്നെസ് വിഷ്വൽസ്, നല്ല ആവി പറക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ്, കഴിക്കുമ്പോഴുള്ള ആ ഒരു വിഷ്വൽ, അതൊക്കെയാണ് ക്ലോസപ്പ് ഷോട്ട്സ്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുക. പിന്നെ ഓണർ സംസാരിക്കുന്നത്, ബിഹൈൻഡ് ദ സീൻ വീഡിയോസ്. ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്നത് നമ്മൾ ബിഹൈൻഡ് ദ സീൻ എന്താണ്? കണ്ടതിന് ശേഷമുള്ളതോ?
ആ പറഞ്ഞോളൂ. പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷമുള്ള പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷമുള്ള ബിഹൈൻഡ് ഉപയോഗി എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഉണ്ടാക്കുന്നത്. പിന്നിലുള്ള ആ, സീനുകൾ. അതായത് ഓക്കെ ഓക്കെ. ആ, പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം അവർ ചെയ്യുന്നതിന് കസ്റ്റമർ റിവ്യൂ എന്ന് പറയും. അത് കസ്റ്റമർ റിവ്യൂ. നല്ലതാണ്. ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും റിവ്യൂസ്. ആ, അതാണ് കസ്റ്റമർ റിവ്യൂ, കസ്റ്റമർ ചെയ്യുന്നത്. അത് ഫീഡ്ബാക്കും അതന്നെയല്ലേ? അതന്നെ. ഫീഡ്ബാക്ക് അതന്നെ. അവർ തുറന്ന് നോക്കി സ്മെൽ ചെയ്യണതോ അല്ലെങ്കിൽ യൂസ് ചെയ്യണതോ അതൊക്കെ ഫീഡ്ബാക്ക് വീഡിയോ ആവും. വെറുതെ സംസാരിക്കുന്നതായാലും മതി. ഉം. അഥവാ നിങ്ങൾക്ക് വാട്സപ്പിലാണ് ഒരു മെസ്സേജ് കിട്ടിയ അതും എനിക്ക് അയച്ചു തരും. അതും നമ്മൾ വീഡിയോയിൽ ചേർക്കാൻ പറ്റും. വേറെ ഒന്നുമില്ല, നിങ്ങൾക്കൊരു നല്ല നല്ല പ്രൊഡക്റ്റ് ആണ്, സൂപ്പർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഒന്നും ഉണ്ടാവില്ലേ, അതും കളക്ട് ചെയ്ത് വെക്കും. ഓക്കെ, സമയം എടുക്കുമെന്ന് എനിക്കറിയാം, എന്നാലും ചിലരൊക്കെ കാണുമ്പോഴാണ് ഇത് പറയുന്നത്, നല്ല എന്താ പ്രൊഡക്റ്റ് ആയി. ആ, ചിലരൊക്കെ അതെ. കാണുമ്പോഴാണ് ഇത് പറയുന്നത്. പക്ഷെ എന്താ അറിയോ, നമ്മൾ ഇന്നത്തെ വാട്സപ്പ് ലോകത്ത് പറഞ്ഞ. ഉം, അതെ. എല്ലാം ഡിജിറ്റൽ ആക്കണം. ഒരു വേർഡ് പോലും മിസ്സാവരുത്, ഒക്കെ വാട്സപ്പിൽ കൂടി വരുത്തണം. ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ അപ്പൊ അവര് നല്ലതായിട്ട് പറയുമ്പോൾ പറയാം, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ക്യാമറ ഒന്ന് ഓൺ ചെയ്യട്ടെ എന്ന് ഇനി പറയുന്നു പറയാം. അപ്പൊ ഉം. അവരെ കൊണ്ട് ആ നിമിഷം നമ്മൾ പറയിപ്പിക്കാം. അവരുടെ പേര്, അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ്. ഇപ്പൊ ഞാൻ റംല, മലപ്പുറത്താണ്. ഞാൻ ഈ സൈനവാസിന്റെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തു, സൂപ്പറാണ്. എന്തുകൊണ്ട് സൂപ്പറാണ് എന്നുള്ളത് അതൊന്ന് പറയിപ്പിക്കണം. അതായത് പേര്, സ്ഥലം, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ, എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി പറയണം. പ്ലസ് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ പേര് പറയണം. സൈനവാസ് ബീഫ് പിക്കിൾ ഉപയോഗിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം പ്രത്യേകിച്ച് രണ്ട് കാരണങ്ങൾ എടുത്ത് പറയാൻ അതിന്റെ ഉണ്ട്. ആ, ചിലര് മിനിമം ഫ്ലേവർ. മിനിമം രണ്ട് കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കാം. എന്നിട്ട് അവരോട് പറയാം ഇത് എല്ലാവരും വാങ്ങണം, സൂപ്പർ ആയിട്ടാണ്. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും കൂടി അതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ഇതാണ് ഒരു റിവ്യൂവിന്റെ ഫോർമാറ്റ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്, എന്നാലും ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. പേര്, സ്ഥലം, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ. ഇപ്പൊ ടീച്ചറാണ്. ഒരു ടീമിന് ചെമ്മീൻ പിക്കിളും ആ കടൽക്കാർ പിക്കിളും പ്രൊമോഷൻ കൊണ്ട് കൊടുത്തു. ഇതുവരെ ഇന്നേ വരെ അവരൊരു ഓ റിപ്ലൈ വരെ വന്നിട്ടില്ല. ആ അവരതും കഴിച്ചു പോയി തോന്നുന്നു. അങ്ങനെയൊന്നും സംഭവിക്കരുത്, നിങ്ങൾ ശ്രദ്ധിക്കണം. അത് അപ്പൊ തന്നെ അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാം. ഇനി വീണ്ടും ഒന്ന് അയച്ചു നോക്കും അവരോട്. അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് ഇട്ട് തരാൻ പറയും. അവര് വീഡിയോ ഇട്ടില്ലെങ്കിലും ഓക്കെ, വീഡിയോ ഇടണമെങ്കിൽ ഇനി ആദ്യം നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടി വരും. അത് വേണ്ട, ഒരു മെസ്സേജ് ഇട്ട് തരാൻ ശരിക്കും പറയും വാട്സപ്പിൽ. അതെ, ശരിക്കും റിലേഷൻ ആണ്. ശരിക്കും അവർ വേഗം ചെയ്യേണ്ടതാണ്. പക്ഷെ അവർ ചെയ്യാത്ത കാരണം ഞാൻ പിന്നെ അതിന് പോയില്ല. വേറെ ആൾക്ക് കൊടുക്കാൻ വെച്ചു. ആ വോട്ട് വെച്ചു. നാട്ടിൽ തന്നെ കുറച്ച് പേർക്ക് ഇങ്ങനെ, ആർക്കെങ്കിലും, നാട്ടിലല്ല വീട്ടിൽ വരുന്ന ആർക്കായാലും ഒന്ന് കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് തന്നെ വീഡിയോ എടുപ്പിക്കാം അപ്പൊ ഉം. തന്നെ. ഓക്കെ, അതെ. ചിലപ്പോൾ മുഖം കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോട് പറയാം മുഖം കാണിക്കാതെ പ്രൊഡക്റ്റ് മാത്രം കാണിച്ച, മുഖത്ത് നമ്മൾ അല്ല, മാസ്ക് ഒക്കെ കൊടുത്തത് എടുത്ത അത്യാവശ്യം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്ക് തന്നെയാണ്. റിലേഷൻ തന്നെയാണ്. ആ അതുകൊണ്ട് നല്ല അവരിൽ പാഠം. പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. അതെ, അവർ ഞാൻ നല്ല പറയുന്നത് എന്താ മനുഷ്യർ. അറിയോ, നിങ്ങള് വീട്ടിലാരെങ്കിലും വരുമ്പോൾ അവർക്ക് ഇത് കൊടുക്കുക, എന്നിട്ട് പറയാ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയാം. റിവ്യൂനാണെന്ന് പറയാം. നിങ്ങൾ വീഡിയോ എടുക്കുക, എന്നിട്ട് അവരോട് പറയാം ഞങ്ങൾ ഈ വീഡിയോ യൂസ് ചെയ്യും, പക്ഷെ നിങ്ങളുടെ മുഖം കാണിക്കില്ല എന്ന് പറയും. നമ്മൾ മുഖം ബ്ലർ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒരു മാസ്ക് വെച്ചിട്ടോ യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അവർക്ക് ഒരു സാമ്പിൾ കൊടുക്കുക. ഓക്കെ. അങ്ങനെയൊക്കെ നിങ്ങളൊരു എല്ലാവരും ഇത് കേൾക്കണം. എല്ലാവരും ഒരു 4-5 പേരുടെ അങ്ങനെ റിവ്യൂസ് എടുപ്പിക്കണം. നിങ്ങൾ ഓൺലൈൻ കാണുന്ന റിവ്യൂസ് പലതും ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും ഇപ്പോൾ എനിക്ക് തന്നെ, ഞാൻ എത്ര റിക്വസ്റ്റ് ചെയ്താലോന്നറിയോ, ഒരു കുറച്ച് റിവ്യൂസ് കിടക്കുന്നുണ്ട് ഹെയർ ഓയിലിൻ്റെത്, പിന്നെ അതൊക്കെ. അന്ന് പറഞ്ഞിരുന്നല്ലോ, ഹെയർ ഓയിലിന്റെ ഒക്കെ നല്ല റിവ്യൂസ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അവരുടെ കേശപാശം കാണിക്കുന്നതൊക്കെ. ഓക്കെ, ബിഫോർ ആഫ്റ്റർ ഒക്കെ സംഭവങ്ങൾ, അതൊക്കെ പലരും തട്ടിപ്പുകളാണ്. എന്നാൽ പോലും നമ്മൾ കാണിക്കുമ്പോൾ അതിലൊരു ഇതുണ്ട്. ഒരു സംസാരിക്കുമ്പോൾ ഒറിജിനൽ ആള് സംസാരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അല്ലാതെ ഹെയർ ബിഫോർ ആഫ്റ്റർ കാണിക്കുന്നതിലൊന്നും വലിയ ഇതില്ല. അവരെ ഓക്കെ. ഉപയോഗിച്ചവര് ജെനുവിനായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതാണ്, എല്ലാവരും ശ്രദ്ധിക്കാം, ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. സമയമെടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇഫക്റ്റീവ് ആയിട്ട് വരിക. സാധാരണ ഒരു റീല് പോലെയല്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഖദീജയുടെ ഇപ്പൊ ഇന്ന് ഗാലറി കണ്ടപ്പോൾ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ അത് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അതിലിപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാതും മിക്സ് ചെയ്ത് ഇമോഷൻ സംഭവങ്ങളൊന്നും മിക്സ് ചെയ്യണ്ട. സാധാരണ റീലിന് ഇതൊക്കെ മതി. അതിന് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെരി ഇമ്പോർട്ടൻറ്റ് റൂൾ, പറയാൻ വന്ന മെയിൻ ഏറ്റവും വലിയ റൂൾ ഇതാണ്. നമ്മൾ പേജ് ബാഡ് പേജ് പ്ലസ് ഗുഡ് ആഡ് മീൻസ് പുവർ റിസൾട്ട്. നമ്മൾ ആഡൊക്കെ നല്ലത് കൊടുത്തു, ഇതൊക്കെ പറഞ്ഞ വലിയ ഇമോഷനും വലിയ റിവ്യൂസ് സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു ആഡ് റീൽ കൊടുത്തു. പക്ഷെ പേജിൽ വേറെ ഒന്നുമില്ല, ആഡ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് വരില്ല. നമ്മളൊരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ താല്പര്യമുള്ള ആൾക്കാർ ആഡ് കാണുമ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ പേജിൽ വന്ന് നോക്കും. ആ പേജിൽ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ അവർ സിമ്പിളായിട്ട് പോകും. വിചാരിക്കും നമ്മളിത് ആക്റ്റീവ് അല്ല, എന്തോ ഒരു വെറുതെ ഒരു തമാശക്ക് ഇട്ടത് പോലെയാണ് അപ്പൊ തോന്നുള്ളൂ. നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായാലേ നമുക്ക് ഓർഡർ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ പറയുന്നത് നമ്മുടെ പേജ് ആക്റ്റീവ് ആവണം.
ഡെയിലി ഇടാൻ പറ്റുന്ന നല്ലത്, ഇട്ടില്ലെങ്കിലും ഒന്നരാടം വെച്ചിട്ടെങ്കിലും നമ്മളൊരു വീഡിയോ ഇടുക. ആഴ്ചയിൽ ഒരു 3 വീഡിയോസ് എങ്കിലും ഇടുക എന്നുള്ളത് മസ്റ്റാണ്. ഓക്കെ. അപ്പോൾ ആക്റ്റീവ് അല്ലാത്ത പേജിൽ വെറുതെ ആഡ് കൊടുത്തിട്ട് കാര്യമില്ല. അതാണ്. പിന്നെ കസ്റ്റമർ വരുന്ന കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. നമ്മളിപ്പോൾ ഈ ബൂസ്റ്റ് പോസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ എല്ലാവരും ഓർഡർ തരില്ല. കസ്റ്റമേഴ്സ് വരും, വാട്സപ്പിൽ മെസ്സേജുകൾ വരും, പക്ഷെ എല്ലാവരും ഓർഡർ ക്ലിക്ക് ചെയ്ത് കാറ്റലോഗ് ക്ലിക്ക് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യണമെന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വലിയൊരു ഇതാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതായത് നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടിയിട്ടാണ്, കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. ആ അധ്വാനത്തിന്റെ 100-1 വേണ്ട ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കസ്റ്റമേഴ്സിനെ വരണം എന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റേ ആഡ്സിൽ പൈസ ഇട്ട് നമ്മൾ പരസ്യം റൺ ചെയ്യിക്കുന്നുണ്ട്, അതിന് റിസൾട്ട് വരണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. അതായത് നമുക്ക് മെസ്സേജസ് വരും, മെസ്സേജസ് വാട്സപ്പിൽ വരും. അതിൽ പലരും എന്താ പറയുക, ഒരു ഡള്ളായിട്ടിരിക്കുന്നവരാവാം, ചിലർ നമ്മുടെ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കാം. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് എൻ്റെ എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ ഓരോരുത്തരും ഏപ്രിലിൽ വന്നവരുണ്ട്, മാർച്ചിൽ വന്നവരുണ്ട്, 2 ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. ആ മാർച്ചിൽ ഞാൻ ആഡ് കൊടുത്തത്, ഒരാഴ്ച ആഡ് കൊടുത്തിട്ടാണ് ഏകദേശം 280 അടുത്ത് വന്നത്. അവരെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാവരെയും ആഡ് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് പേരെ മിസ്സായി പോയിണ്ടാവാം, അതിൽ കുറച്ച് പേര് ലീവായി പോയി. അതുപോലെ ഏപ്രിലിൽ വന്നവരെ ഏപ്രിൽ ഗ്രൂപ്പിൽ ആക്കിയിട്ടുണ്ട്, മെയ്യിൽ വന്നവരെ മെയ് ഗ്രൂപ്പിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രൊഡക്റ്റ് അല്ല ചെയ്യുന്നത്, സർവീസാണ്, ഞാൻ തരുന്ന സർവീസാണ്. അപ്പം ഞാൻ സർവീസിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. അതെന്തിനാണ്? അപ്പൊ എനിക്കൊരു ചിന്തയുണ്ട്, എനിക്ക് വന്ന ലീഡ്സ് ആണ് നിങ്ങളൊക്കെ. നിങ്ങൾ തന്നെ ഇവിടെ ഇരിക്കുന്നവരല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ കസ്റ്റമേഴ്സ് ആയവരാണ്. പൈസ തന്ന് നമ്മുടെ പ്രോഗ്രാം എടുത്തു അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിയവരാണ് കസ്റ്റമേഴ്സ്. ബാക്കി നമുക്ക് മെസ്സേജിൽ വന്ന ആളുകളെ നമ്മൾ ലീഡ്സ് എന്നാണ് പറയാം. അതിൽ എല്ലാവരും നമുക്ക് ഉപയോഗമുള്ള ആളുകളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രൊഡക്റ്റിൽ അവർ ഇൻട്രസ്റ്റ് കാണിക്കും. നിങ്ങൾ ഒരു 5-6 തവണ ഒരു ആളെ കോൺടാക്ട് ചെയ്ത് നോക്കൂ. അടുപ്പിച്ചെന്നല്ല പറയുന്നത്, അവർ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കും, നിങ്ങളിൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പൊ അത് എങ്ങനെയാണ് അവരുമായിട്ട് സംസാരിക്കേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ മെയ് ഈ വീക്കിൽ ആഡ് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. വാട്സപ്പ് ബിസിനസ്സിൽ തന്നെ സേവ് ചെയ്ത് വെക്കുക, മെയ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട്. മെയ് എന്നുള്ള ലേബൽ കൊടുത്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിന് ഞാൻ ഇനി ആവർത്തിക്കില്ല. ആഡ് കൊടുക്കാൻ റെഡി ആയവരും ആഡ് ഫ്യൂച്ചറിൽ കൊടുക്കാൻ പോകുന്നവരും എന്ത് ചെയ്യണം? നമ്മളുടെ വാട്സപ്പിൽ ആളുകളുടെ മെസ്സേജ് വരുമ്പോൾ അവരെ സേവ് ചെയ്ത് വെക്കണം. ഓരോ ദിവസം വൈകുന്നേരം ആകുമ്പോൾ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ. സേവ് ചെയ്തിട്ട് അവരെ മെയ് ആഡാണ് കൊടുക്കണമെന്ന് വെച്ചാൽ മെയ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെക്കാം. അങ്ങനെ ആഡ് ഒരാഴ്ച റൺ ചെയ്യും. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ അവരെ സേവ് ചെയ്ത് വെക്കും. സേവ് ചെയ്ത് വെച്ചിട്ട് അതിൽ നമുക്ക് എൻക്വയറി വന്നവരുണ്ടല്ലോ, ചില ആളുകൾ നമുക്ക് നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും, മെസ്സേജ് ഇട്ടിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചവരുണ്ടാവാം, കുറച്ച് ഇൻട്രസ്റ്റ് കാണിച്ചവരുണ്ടാവാം. അവരെ വേറൊരു ഗ്രൂപ്പ് ആക്കി വെക്കും. ആ സംഭവം ഞാൻ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ആഡ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഓരോ ഗ്രൂപ്പ് ആക്കി വെക്കും. അതുകൂടാതെ ആ ഗ്രൂപ്പ് വേറെ കേട്ടാ, ഇത് വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മെയിൽ ആഡ് കൊടുത്ത് നിങ്ങൾക്ക് വന്ന ആളുകളെ മുഴുവൻ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഞാൻ നിങ്ങളെ കൊച്ചേച്ചി ഫാമിലി ഏപ്രിൽ എന്നുള്ളതിൽ ആഡ് ചെയ്തതുപോലെ നിങ്ങൾ മെയ് സൈനബാസ് ഓഫർ ഗ്രൂപ്പ് മെയ് അങ്ങനെ കൊടുക്കാം. ഓഫർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറാണ്, ഗ്രൂപ്പിലുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. നമ്മൾ എല്ലാ എൻക്വയറീസും നമുക്ക് വിലപ്പെട്ടതാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നോട് തന്നെ ഇപ്പൊ എൻക്വയറി ചെയ്യുന്നവർ പറയുന്നുണ്ട്, ഞാൻ മെറ്റ ആഡ്സിന് ഏജൻസിക്ക് പൈസ കൊടുത്ത് മാഡം 5000 രൂപയൊക്കെ ചെലവാക്കി ഒറ്റ ഓർഡർ പോലും വന്നില്ല എന്ന്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, മെസ്സേജ് വന്നിരുന്നു ചോദിക്കും. കുറെ മെസ്സേജ് വന്നിരുന്നു. എത്ര മെസ്സേജ് വന്നിട്ടുണ്ടാവും? 1500 വന്നിട്ടുണ്ടാവുന്നു. അപ്പൊ അവർ പറയുന്നത് 1500 മെസ്സേജുകൾ വന്നു, ഒരു ഓർഡർ പോലും വന്നില്ല എന്ന്. അപ്പൊ ഞാൻ എന്താ പറയാ, ഒരു ഓർഡർ പോലും വന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. കാരണം ആ 1500 പേരില് നിങ്ങൾക്കൊരു മിനിമം ഒരു 50 പേരെങ്കിലും നിങ്ങൾക്ക് സംസാരിച്ച് ഓർഡർ വരുത്താം. കാരണം ഈ 1500 പേരും നിങ്ങളെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണ്. ഏതോ ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് നിങ്ങൾ ആഡ് കൊടുത്തു, അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നു 1500 പേര്. അത് വലിയൊരു കാര്യമാണ്. അതില് അവരോട് നിങ്ങൾ സംസാരിച്ചോ? പലരും വിചാരിക്കുന്നത് എന്താ, ആഡ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് എവിടെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എൻ്റെ ആഡ് കണ്ടിട്ട് കണ്ടുടനെ റെഡി എന്ന് പറഞ്ഞിട്ട് വന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചു, എൻ്റെ പ്രോഗ്രാം ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, അതൊക്കെ പറഞ്ഞ് നിങ്ങളതിനെ
രണ്ടോ മൂന്നോ ചിലപ്പോൾ അതിൽ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ, വാട്സപ്പിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ എൻ്റെ കസ്റ്റമർ ആയത്. ഇപ്പോഴും ഫെബ്രുവരിയിൽ ആഡ് കൊടുത്തവരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പലരും എൻ്റെ ഈ ഗ്രൂപ്പിലെ മെസ്സേജ് കണ്ടിട്ട് അപ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത്. ചിലർ ഗ്രൂപ്പിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്തവരുണ്ട്, ഏതെങ്കിലും ഒരു നേരം വിളിക്കുമ്പോൾ വന്ന് നോക്കണവരുണ്ടാവും. അപ്പൊ അപ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് അത് കാണുക. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇതൊന്നും വെറുതെ ആയിട്ട് കാണരുത്. 1500 ലീഡ്സ് വന്നു, എനിക്ക് ഓർഡറുകൾ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏജൻസിനെ കുറ്റം പറയാൻ പറ്റുമോ? 1500 ലീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് നിങ്ങളൊരു ചെറിയൊരു ഓഫർ ഇടുക. ആ 1500 പേർക്ക് ഒരു ഓഫർ ഇട്ട് കഴിഞ്ഞാൽ അതിൽ 19 പേരെങ്കിലും അത് നോക്കില്ലേ, അറ്റ്ലീസ്റ്റ് റെസ്പോൺസ് തരില്ലേ? അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം. നല്ലതല്ലെങ്കിൽ ഒരു തവണ വാങ്ങുള്ളൂ, പിന്നെ അവര് തിരിഞ്ഞു നോക്കില്ല. നല്ലതായാൽ തീർച്ചയായിട്ടും റിപ്പീറ്റഡ് കസ്റ്റമേഴ്സായി മാറും. 2, നിങ്ങൾ എഫേർട്ട് എടുക്കണം. ഇതുപോലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഓഫറുകളോ അല്ലെങ്കിൽ അവരായിട്ട് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം. ഓക്കെ, അപ്പോൾ ചില ആളുകൾ ലീവ് ചെയ്ത് പോകും, അവർ ലീവ് ചെയ്ത് പോയിക്കോട്ടെ. കുറേ ഗ്രൂപ്പുകളുണ്ട്, എല്ലാവർക്കും ഒരു 100-ലധികം ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഓക്കെ, അതിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അവരോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതേസമയം നിങ്ങൾ പരസ്യവും റൺ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ പലരും കോഴ്സ് എടുക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ പറയും, പലരും പറയാറുണ്ട്, ഇപ്പൊ എനിക്ക് പൈസയില്ല, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് അറിയില്ല. പൈസ എല്ലാവർക്കും പ്രശ്നമാണ്. നമ്മളിപ്പോൾ 5000 രൂപ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അപ്പൊ അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ കാര്യം അതുപോലെ ആലോചിക്കണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പൈസ ചെലവാക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചവരാണ്. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഓ ഞാൻ 5000ന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ വർത്ത് എനിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ? കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഞാൻ പറയണം, ആ പൈസ എന്നുള്ളത് നമ്മൾ എപ്പോഴും 1 രൂപ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ 100 തവണ ആലോചിക്കും. കൊടുക്കണ്ട എന്നാണ് ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സും ഉണ്ടാവുക. അതും നിങ്ങൾ മനസ്സിൽ കാണണം. നിങ്ങൾക്ക് എന്തിന് പൈസ തരണം അവര്? നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തിനു വാങ്ങണം അവര്? അത് അവർക്ക് കൺവിൻസിങ് ആവണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണ്, മറ്റുള്ളവരെക്കാൾ ബെസ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങൂ, എൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണ്, പ്ലീസ് പ്ലീസ് അങ്ങനെ പറയല്ല വേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് വേണം? സംയമനം പാലിക്കണം. ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി നിങ്ങളുടെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. വേറെ ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഖദീജ, ഹഷീം അവരോടൊക്കെ സ്റ്റാർട്ടിങ് മുതലേ പറഞ്ഞത്, നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരും. അങ്ങനെ ചില പ്രോഡക്റ്റുകൾ കാണുമ്പോൾ നമ്മൾ പറയും, സാധാരണ നമ്മുടെ ബീഫ് പിക്കിൾ, ചെമ്മീൻ പിക്കിൾ, അത് നല്ലതാണ്, നിങ്ങൾ ഉണ്ടാക്കുന്നത് ബെസ്റ്റാണ്, ഓക്കെ. പക്ഷെ പെട്ടെന്ന് അങ്ങനെ അട്രാക്ഷൻ വരണമെങ്കിൽ ഒരു സ്പെഷ്യൽ സംഭവം എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ മെയിൻ ഒരു ഹൈലൈറ്റ് ഇതാണ്. അത് ശ്രദ്ധിക്കുക എല്ലാവരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ എൻ്റെ കോഴ്സ് വിൽക്കുന്നു, എൻ്റെ കോഴ്സ് വാങ്ങണമെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ സംഭവം ഉണ്ടായിരിക്കണം. അപ്പൊ അത് ഒരു 1-2 കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തു. എൻ്റെ കമ്മ്യൂണിറ്റി സപ്പോർട്ട്, അതുപോലെ ഫുഡ് ബിസിനസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഗൈഡൻസ്, ഫുഡ് ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് എൻ്റെ ഹൈലൈറ്റ്. അതുപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഹൈലൈറ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ സംഭവമാണ് എന്നുള്ളത് നിങ്ങളുടെ പരസ്യത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് വരുള്ളൂ. ഓക്കെ, ഈ ലോകത്തുള്ള ഒരു 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഫുഡ് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അതിലൊരാളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ അതിൽ സ്പെഷ്യലാണ്. നിങ്ങൾ അതിനെ കണ്ട ആളുകൾക്ക് നിങ്ങൾ അത് സ്പെഷ്യലാണെന്നുള്ളത് ബോധ്യപ്പെടുത്തണം. അപ്പോൾ അഥവാ ഫസ്റ്റ് ദിവസം നിങ്ങൾക്ക് എൻക്വയറി ഓർഡറുകൾ വന്നില്ലെങ്കിലും സെക്കൻഡ് ദിവസം നോക്കണം, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് നോക്കണം, അത് കഴിഞ്ഞ് വീണ്ടും 5 ദിവസം കഴിഞ്ഞ് നോക്കണം. അവർക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കണം. അതിനാണ് ഞാൻ ആ ക്വിക്ക് റിപ്ലൈസ് ഒക്കെ പഠിപ്പിച്ചത്, 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട്. ആദ്യം ഒന്നാമത്തെ മെസ്സേജ് ഇടുക, റെസ്പോൺസ് ഒന്നും കണ്ടില്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇടുക. അത് നിങ്ങൾ ഇനി വീണ്ടും ചാറ്റ് ജിപിറ്റിയോട് സംസാരിച്ച് പഠിക്കും. അതും നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം. ചാറ്റ് ജിപിറ്റിയോട് സംസാരിക്കാറുണ്ടോ? നമ്മുടെ കാര്യങ്ങൾ, ബിസിനസിന്റെ കാര്യങ്ങൾ എത്ര പേര് സംസാരിക്കാറുണ്ട്? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ചാറ്റ് ജിപിറ്റി. ഞാൻ ആ, അങ്ങനെ ഇതുവരെ ഓണാക്കലൊന്നുമില്ല. എന്ത് ചെയ്തില്ല? ഇല്ല, അതിലേക്ക് പോയിട്ടില്ല. അതായത് ഇന്ന് പോയിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് അതിനോട് ചോദിക്കുക. മലയാളത്തിൽ ചോദിക്കുക, സംസാരിക്കുക. എന്ത് ഡൗട്ടാണ് ഉള്ളത്? ഞാൻ എൻ്റെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? എനിക്ക് എങ്ങനെയാണ് ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുക? എൻ്റെ ഓ, അച്ചാറിനെ ഞാൻ എങ്ങനെയാണ് പരസ്യത്തിന് തയ്യാറാക്കുക? എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഒരു എന്താ പറയുക, വിവരക്കേടാണെങ്കിലും ചോദിച്ചോളൂ. നാട്ടുകാരെ പോലെ അത് കുറ്റമൊന്നും പറയില്ല. നിങ്ങൾ വിവരക്കേടാണല്ലോ പറയണത് എന്ന് പോലും പറയില്ല. നല്ലതായി, ഗുഡ് എന്ന് തന്നെ പറയുള്ളൂ എപ്പോഴും. ഓക്കെ, ഉം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഐഡിയാസ് ഇപ്പോൾ വരുന്നുണ്ടാവുമല്ലോ, ഒരു ഇത് പരസ്യം കൊടുത്താൽ ശരിയാവോ? അതും ചോദിക്കണം. എനിക്ക് പരസ്യം ഓ, കൊടുത്താൽ കസ്റ്റമേഴ്സിനെ കിട്ടുമോ? കസ്റ്റമേഴ്സിനെ കൺവേർട്ട് ചെയ്യാൻ എന്താണ് വേണ്ടത്? അതായത് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വരുമ്പോൾ അവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഇതൊക്കെ നിങ്ങൾ ചാറ്റ് ജിപിറ്റിയോട് ചോദിക്കും. ഓക്കെ, എല്ലാവരും കേട്ടില്ലേ? ഓക്കെ. ആ,
അപ്പൊ ഇതാണ് പരസ്യത്തിന്റെ കാര്യം. അപ്പൊ എല്ലാവരും റെഡി ആവുക. ഇനി നീണ്ടു പോരുത്. മെയ് അവസാനിക്കാറായി. ഓക്കെ. അപ്പൊ എല്ലാവരും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം പരസ്യത്തിനുള്ളത്. ഇനി വേറെ ഒന്നും ഞാൻ സ്വീകരിക്കില്ല, പരസ്യത്തിനുള്ളത് മാത്രം. ഇന്ന് രുചി കോമളം മാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തു കൊടുക്കാം. ബാക്കി ഇനി ഫസ്റ്റ് ബാച്ചുകാരുടെ, ഏപ്രിൽ ബാച്ചുകാരുടെ വീഡിയോ ക്ലോസ് ചെയ്തു, വീഡിയോ സബ്മിഷൻ ക്ലോസ് ചെയ്തു. ഇനി പരസ്യത്തിനുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്ന് വീഡിയോ എഡിറ്റിംഗ് പഠിച്ചവർ പോരട്ടെ, എല്ലാ വീഡിയോസും ഇട്ടു തുടങ്ങിക്കോളൂ. ഇനി അടുത്ത ദിവസം ബുധനാഴ്ച ബാക്കിയുള്ളവർ വരിക. ഓക്കെ. വൺ ബൈ വൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ പഠിക്കുക. ഇപ്പൊ ഇന്ന് വീഡിയോ എഡിറ്റിംഗ് കണ്ടവര്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ ഇടാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഞാൻ അതാണ് പറയുന്നത്, എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത്. ഒരാൾക്ക് 1 മണിക്കൂർ വേണ്ടി വരും ഒപ്പം ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ അതിനേക്കാൾ നല്ലത് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് നോക്കുക. നിങ്ങളുടെ VN എഡിറ്റർ തുറന്നു നോക്കിയിട്ട് അതുപോലെ ഒന്ന് വർക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിൽ എല്ലാവർക്കും കവർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ എല്ലാവർക്കും കവർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ. ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാം. മാഡം ഇന്നത്തെ പറഞ്ഞതില്ല, എന്റെ ഈ ജെമിനിയില് വീണ്ടും വർക്ക് ചെയ്യുമ്പോ കുട്ടികൾ പറഞ്ഞാൽ ശരിയാക്കി വന്നു. പിന്നെ അടുത്ത ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് പിന്നത്തെ ചെയ്യുമ്പോ അത് വീണ്ടും പഴയതുണ്ടാവും. ഇതെന്താ അത് അങ്ങനെയാണോ? അത് ഞാൻ പറഞ്ഞില്ലേ, ജെമിനിയുടെ ക്ലാസ് ഞാൻ വെക്കാം ബുധനാഴ്ച 7 മണിക്ക് വെക്കാം രാത്രി. ഓക്കെ. അപ്പൊ അപ്പൊ നമുക്ക് നോക്കാം. ബുധനാഴ്ച രാത്രി 7 മണിക്ക് വന്നോളൂ. അത് ഞാൻ പിന്നെ മറ്റേ പറയാം. എപ്പോഴാ ബുധനാഴ്ച 11 7 മണിക്ക് വരാൻ പറ്റില്ലേ വൈകിട്ട് ഈ അല്ല, സമയത്ത്? വീഡിയോ എഡിറ്റിംഗ് സമയത്ത് തന്നെയാണോ? അല്ല, വീഡിയോ എഡിറ്റിംഗ് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലാണ്. വീഡിയോ എഡിറ്റിംഗ് തിങ്കൾ ബുധൻ ഞാൻ ഇന്ന് വെള്ളി. മെസ്സേജ് കണ്ടേക്കാൻ 1:30 പറഞ്ഞില്ലേ? രാവിലെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ മെസ്സേജ്? പറഞ്ഞത് 1:30 ഞാൻ വീഡിയോ കണ്ടു. എഡിറ്റിംഗ് തിങ്കൾ ബുധൻ വെള്ളി 11 മണിക്ക്. ഓക്കെ. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ബുധനാഴ്ച 11 മണിക്ക് ഉണ്ടാവുമല്ലോ. എന്താ? അപ്പൊ ബുധനാഴ്ച 11 മണിക്ക് വീഡിയോ എഡിറ്റിംഗ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അത് ചോദിക്കാൻ. ഈ ക്ലാസ്സിന്റെ കാര്യം ഞാൻ ഡീറ്റെയിൽസ് ഇടാം. ഓക്കെ. വേറെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ചേച്ചി ഞാനൊരു പോസ്റ്റർ ഇട്ടതായിരുന്നു, ചേച്ചി ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. ആ ഇനിയാണ് അതല്ലേ, അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചതല്ലേ. എനിക്ക് നാളെ അല്ലേ ക്ലാസ്? ഇത് അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. ഓക്കെ. അത് പെട്ടെന്ന് ചെയ്യാം. ഇത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ അധികം ഏപ്രിൽ ബാച്ചുകാരാണ്. അവർക്ക് ഓൾറെഡി പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. അവർക്കൊരു റിപ്പീറ്റ് ക്ലാസ് ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ അതൊന്നും ആയിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. ശരി. അപ്പൊ ഒന്ന് ലീവ് ചെയ്യാം എല്ലാവർക്കും. ഞാൻ റെക്കോർഡിങ്സ് അയച്ചു തരാം കേട്ടോ ഇതിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല, ഒന്നുകൂടി കേൾക്കാം. ഓക്കെ. ശരി. മേഡം ആ ഒരു കാര്യം ചോദിച്ചോളൂ. ഞാനുണ്ടല്ലോ ഈ ആരുടെ റിവ്യൂ എടുക്കാന്ന് പറഞ്ഞില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. റിവ്യൂ എടുക്കാന്ന് പറഞ്ഞില്ലേ? ആ അതിന്റെ ഞാൻ എടുത്തിട്ട് അത് ഫേസ്ബുക്കിൽ ഇട്ടാൽ മതിയോ, അതോ മേഡത്തിന് അയച്ചു തരണോ? ഫേസ്ബുക്കിൽ ഇട്ടോളൂ, എനിക്ക് അയച്ചു തരൂ. നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമർ പ്രോഡക്റ്റിന്റെ അഭിപ്രായം ഇപ്പൊ 2 ദിവസത്തിനകം എനിക്ക് ഒത്തിരി പേര് റിവ്യൂസ് ഉള്ളത് ഫേസ്ബുക്കിലും ഇടാം. നിങ്ങൾ എനിക്ക് അയച്ചു തരുന്നതൊക്കെ ഫേസ്ബുക്കിലും ഇടാം കേട്ടോ. എനിക്ക് അയച്ചു തരുന്നത് പറഞ്ഞാൽ ഈ ആഡിന് വേണ്ടി മാത്രം ഞാൻ അവിടെ ഇവിടെ നിന്നും കുറേശ്ശെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അയച്ചു തരാൻ പറയുന്നത്. ആ സംഭവങ്ങളൊക്കെ നിങ്ങളേലുള്ള സകല സംഭവങ്ങളും ഫേസ്ബുക്കിൽ ഇടണം. പക്ഷെ അത് ചെറുതാക്കണം. അത്യാവശ്യമായിട്ട് മാത്രം. വലിയ വീഡിയോസ് ഒന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. ചെറിയ 40 സെക്കൻഡിൽ താഴെയുള്ളത് റീൽസ് ആക്കിയിട്ട് ഇടണം. ഓക്കെ. ഒരു വീഡിയോ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. നല്ലതാവണമെന്ന് മാത്രം. ആവശ്യമില്ലാത്ത കുറെ നമ്മളിപ്പോ പാത്രങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്തുള്ളതോ അതല്ല ഉദ്ദേശിച്ചത്. ലെങ്ത് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്യാലോ, കട്ട് ചെയ്തിട്ട് പീസുകളായിട്ട് ഇടാലോ. ഓക്കെ. ഇനി ഇന്നിപ്പോ വീഡിയോ എഡിറ്റിംഗ് ചെയ്ത ക്ലാസ്സിന്റെ പുറമെ ഞാൻ നല്ലൊരു വീഡിയോ എഡിറ്റിംഗിന്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ ഉണ്ടാക്കി ഇട്ട് തരാം. അപ്പൊ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് ശരിക്കും ഒരു റീൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തോളൂ. വേറെ ഒരെണ്ണം കൂടി ഞാൻ ഇട്ട് തരാം നാളെ കേട്ടോ. അപ്പൊ അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള റീൽസ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ. എന്തായാലും നിങ്ങളിപ്പോ വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നുണ്ടല്ലോ, അത് പഠിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ നിർത്തട്ടെ. 8 മണിക്ക് ക്ലാസ്.